ചേച്ചി ലീവ് പറയുമ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഹസ്ബൻഡും പറഞ്ഞേക്കുന്നത് ചേട്ടായിയോടും ചാച്ചനോടും ഒക്കെ പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്. 29 ഓക്കെ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാനിപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ച് കഴിഞ്ഞപ്പോൾ അവരും ഓക്കെ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറെ തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ 29 രാവിലെ അവിടെ എത്തണം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നിൽക്കുന്നത് കേട്ടോ. കോട്ടയം ഏറ്റുമാനൂരിൽ ജിസ്മോളുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഈ നിമിഷം വരെയും അതിനൊരു പരിഹാരം ഉണ്ടായിട്ടില്ല. അതായത് എല്ലാ ആൾക്കാരും പറയണത് ഇതൊരു കൊലപാതകം തന്നെയാണ്, ഇതൊരിക്കലും ഒരു ആത്മഹത്യ അല്ലെന്നാണ്. കേരളീയം ന്യൂസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ എടുത്തു കഴിഞ്ഞാലും ഹാർട്ട് ഫാർമർ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ എടുത്തു കഴിഞ്ഞാലും ഇതിനകത്തെല്ലാം ജിസ്മോൾ റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് പ്രത്യേകിച്ച് നാട്ടുകാരുടെയൊക്കെ പ്രതികരണങ്ങളാണ് ആ ഒരു ചാനലിനകത്തൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ന് ജിസ്മോളുടെ ഒരു വോയിസും കേരളീയം ന്യൂസ് എന്ന് പറയുന്ന ചാനലിൽ പുറത്തുവിട്ടിട്ടുണ്ട്. ആ ഒരു വോയിസ് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റും ജിസ്മോൾ എന്ന് പറയുന്ന വ്യക്തി ഈ ജിമ്മി എന്ന് പറയുന്നവന് എന്തുമാത്രം റെസ്പെക്റ്റ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നേ എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എനിക്ക് തോന്നുന്നു നിള എന്ന് പറയുന്ന കൂട്ടുകാരിക്ക് ജിസ്മോൾ അയച്ചു കൊടുത്ത വോയിസുകളാണ് ഇപ്പം നിലവിൽ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും വെച്ച് താമസിപ്പിക്കാതെ നമുക്ക് ആ വോയിസുകൾ ഓരോന്നായിട്ട് കേൾക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ചേച്ചി എന്നാണ്ട് വിശേഷമൊക്കെ? ചേച്ചി നമ്മുടെ ഈ ചേച്ചിയൊക്കെ ഇവിടെ ട്രിവാൻഡ്രത്ത് തിരിച്ചു വന്നു ചോദിച്ചേ. ചേച്ചി നമ്മുടെ ട്രിവാൻഡ്രത്തെ SBIയുടെ ലോക്കൽ ഹെഡ് ഓഫീസുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെടാൻ എന്തെങ്കിലും നിർവാഹമുണ്ടോ? അവിടുത്തെ ആരെങ്കിലുമായിട്ട് പരിചയമോ അല്ലെങ്കിൽ SBIയുടെ ആരെങ്കിലുമായിട്ട് എനിക്ക് അവിടെ ഒരു ആവശ്യം ഉണ്ടായിരുന്നു. ഇതിനകത്ത് SBIയുടെ ഒരു ആവശ്യത്തിൻ്റെ കാര്യം പറയുന്നില്ല. എനിക്ക് തോന്നുന്നു ലീഗൽ അഡ്വൈസറായിട്ടങ്ങാണ്ട് പുള്ളിക്കാരത്തി അവിടെ കയറാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അത് മാത്രമല്ല ജിസ്മോൾ ഒരു 3 ദിവസം കൂടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ നോട്ടറി ആയനെന്നും പറയുന്നുണ്ടായിരുന്നു. എന്തായാലും വാക്കിയുടെ കേൾക്കാം. കിട്ടുവാനോട് വൈകുന്നേരം വീട്ടിൽ ചെന്നിട്ട് ഡിസ്കസ് ചെയ്തിട്ട് പറയാം. ചേച്ചി ഞാനൊരു 7 മണി ആയപ്പോഴത്തേക്കും വീട്ടിൽ വന്നായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൊച്ചിന് രാത്രി മുഴുവൻ പനിയായിരുന്നു. അതുകൊണ്ട് രാവിലെ കൊച്ചിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ വന്ന് തിരിച്ച് ഞാൻ വീട്ടിലോട്ട് എത്തുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ആകെ തിരക്കായിരുന്നു. ഇപ്പോഴാണ് ഞാൻ എൻ്റെ ഫോണൊന്ന് നോക്കുന്ന പോലും കേട്ടോ. ഓക്കെ ചേച്ചി ശരി, എന്നാൽ സോറി കേട്ടോ പറയാഞ്ഞേല്. ചേച്ചി ഞാനിവിടെ പെർമിഷനൊക്കെ ചേച്ചി ചൊവ്വാഴ്ചത്തേക്കെന്നും പറഞ്ഞുകൊണ്ടിരിക്കും 29-ന്. ചേച്ചിക്ക് 29-ന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതിനകത്ത് പെർമിഷൻ്റെ ഒരു കാര്യം പറയുന്നത് നിങ്ങൾ കേട്ടോ. അതായത് അവിടെ പോകുന്നതിന് മുൻകൂട്ടി ഈ പറയുന്ന ജിമ്മി എടുത്ത് പെർമിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ നിള എന്ന് പറയുന്ന ഈ ഒരു കൂട്ടുകാരിയെ കാണാൻ പോകുന്നതിന് മുന്നേ തന്നെ. അപ്പം എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും ഇതുപോലെ പെർമിഷൻസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടായിരുന്നു ജിസ്മോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു വോയിസ് കേട്ടിട്ട് എനിക്ക് തോന്നുന്നു പുള്ളിക്കാരത്തി വളരെ പാവമായിട്ടുള്ളൊരു സ്ത്രീ ആയിരുന്നെന്ന് തോന്നുന്നു. എന്തിനാണെന്ന് തോന്നുന്നു ഇവരുടെ അടുത്തൊക്കെ ഇത്രയും ക്രൂരമായിട്ട് ഈ ജിമ്മി എന്ന് പറയുന്ന നാറിയായാലും അവൻ്റെ കുടുംബത്തിലുള്ളവരായാലും ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ പെരുമാറിയത്. കഷ്ടം തോന്നുന്നു എന്തായാലും. ചേച്ചി എന്നാ ഉണ്ട് വിശേഷമൊക്കെ? എവിടെയാണ് ചേച്ചി? നമ്മുടെ സെക്രട്ടേറിയറ്റിൽ ആരെങ്കിലുമായിട്ട് ചേട്ടന് പരിചയമുണ്ടോ ചേച്ചി? എനിക്ക് അവിടുത്തെ ലോ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ഒരു ഇത് നോക്കാൻ വേണ്ടിയായിരുന്നു, ഒരു കാര്യം നോക്കാൻ വേണ്ടിയായിരുന്നു. നിങ്ങളിപ്പോൾ എവിടെയാണ്? ഓസ്ട്രേലിയയിലാണോ അല്ലെങ്കിൽ ഇവിടെയാണോ? ഓക്കെ ചേച്ചി ലീവ് പറയുമ്പോൾ എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. ഞാൻ എന്തായാലും ഹസ്ബൻഡും പറഞ്ഞേക്കുന്നത് ചേട്ടായിയോടും ചാച്ചനോടും ഒക്കെ പെർമിഷൻ ചോദിച്ചിട്ടുണ്ട്. 29 ഓക്കെ ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. ഞാനിപ്പോൾ ആ ഡിപ്പാർട്ട്മെൻറ്റിൽ വിളിച്ച് കഴിഞ്ഞപ്പോൾ അവരും ഓക്കെ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറെ തടസ്സങ്ങളൊന്നുമില്ലെങ്കിൽ ഡെഫിനറ്റ്ലി ഞാൻ 29 രാവിലെ അവിടെ എത്തണം എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. പുള്ളിക്കാരത്തി പറയുന്ന ആ ഒരു ടോൺ കേട്ടില്ലേ? അതിൽ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വീട്ടുകാരോടൊക്കെ എന്തുമാത്രം സ്നേഹമായിരുന്നു എന്ന്. ഞാൻ ചാച്ചനോടെയും ചേട്ടായിടത്തൊക്കെ പെർമിഷൻസ് ചോദിച്ചിട്ടാണ് നിൽക്കുന്നതെന്നൊക്കെ. അത് മാത്രമല്ല ഈ ഒരു വോയിസിനകത്ത് വളരെ വ്യക്തമാണ് പുള്ളിക്കാരത്തിയുടെ ലക്ഷ്യങ്ങൾ വെട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓട്ടമായിരുന്നു. മനസ്സിലായില്ലേ? ആ ഒരു ഓട്ടത്തിൻ്റെ ഇടയിലാണ് ഇങ്ങനെ സംഭവിച്ചത്. ശരിക്കും ഇതൊരു ആത്മഹത്യ ആണോ എന്ന് ഇപ്പോഴും നമുക്ക് കൺഫേം അല്ല. ആണെങ്കിൽ ഒരു കാരണവശാലും എനിക്കത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്തിനിങ്ങനെ ചെയ്യണമായിരുന്നു? 100 കണക്കിന് വഴിയുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇവർക്ക് കേസിൻ്റെ വഴി പോകാമായിരുന്നു. പല രീതിയിൽ ഒന്നുമില്ലെങ്കിൽ ഡിവോഴ്സ് വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിൽ പോകണമായിരുന്നു. ഒരിക്കലും സഹിച്ചും കേട്ടു അവിടെ പിടിച്ച് നിൽക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. ചേച്ചി ഞാനിപ്പോൾ ആ പുള്ളീനെ വിളിച്ചായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു 30-ാം തീയതിയേക്കാളും നല്ല ഓപ്ഷൻ 29-ആണ്. കാരണം 30-ാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞാൽ 31-ാം തീയതി പിന്നെ അവധിയാവും. ഇപ്പം എന്നാന്ന് പറഞ്ഞാലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ അവധിയുള്ള ദിവസങ്ങളുടെ തലേദിവസം വരുവാണെങ്കിൽ കുറച്ച് തിരക്ക് വരും. അപ്പോൾ അതുകൊണ്ട് 29-ാം തീയതി തന്നെ വരുന്നതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. പിന്നെ അവിടെയുള്ള ആളുമായിട്ടൊക്കെ ഞാൻ കോൺടാക്ട് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അപ്പം ചേച്ചി എങ്ങനെയായിരുന്നു എന്നോട് പറഞ്ഞു 29-ാം തീയതി ഒരു 2 മണിയൊക്കെ കഴിയുമ്പോൾ വരാവുന്ന രീതിയിൽ പുള്ളിയെ മീറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഇവിടുന്ന് രാവിലെ 8 മണിക്കത്തെ വഞ്ചികാടിൽ കയറിയിട്ട് ചേച്ചിയുടെ കൂടെ കറങ്ങാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത്. പക്ഷെ കെട്ടുവനും പിള്ളേരെയും കൊണ്ടുവരും തോന്നില്ല ചേച്ചി, എങ്ങനെയാണെന്ന് അറിയത്തില്ല. കാരണം ഞാൻ പറഞ്ഞില്ല ചേച്ചി സാഹചര്യം. അപ്പം അതുകൊണ്ടൊക്കെ ആണെങ്കിൽ ചേട്ടായിക്ക് ലീവ് കിട്ടുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല.
അപ്പോൾ അതുകൊണ്ട് മിക്കവാറും അന്ന് വരാൻ വഴി കുറവാണ്. ചേട്ടായും പിള്ളേരും കൊണ്ടുവരാൻ വഴിയില്ല. ഞാൻ എന്തായാലും വരാം, ചൊവ്വാഴ്ച വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ അപ്രൂവലൊക്കെ മേടിച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ചേച്ചി ചൊവ്വാഴ്ച വേറെ ഇടപാടൊന്ന് നോക്ക്. ചേച്ചി മാക്സിമം എങ്ങനെയെങ്കിലും ഒഴിവായി നിൽക്കും കേട്ടോ. ചേച്ചിക്ക് ചൊവ്വാഴ്ച 29 കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ തിരുവനന്തപുരം വന്നപ്പോൾ അങ്ങനെയായി കേട്ടോ. 29 തീയതി വേറെ ഇടപാടുകളൊന്നും പിടിച്ചേക്കരുത് പ്ലീസ് കേട്ടോ. ചേച്ചി നെറ്റ് കുട്ടിയിലെ എന്നായിരിക്കുന്നു ചേച്ചി? എങ്ങനെയുണ്ട് ഇപ്പം? ചേച്ചി എന്താ അപ്പടി വയ്യാതൊക്കെ ഇരിക്കുന്ന പോലെ ആണല്ലോ, മുഖമൊക്കെ അപ്പടി ക്ഷീണമൊക്കെ ആണല്ലോ. സാരമില്ല, പ്രാർത്ഥിച്ചേക്കാൻ ചേച്ചി. അപ്പോൾ എന്നാൽ നിങ്ങളന്ന് അങ്ങോട്ട് പോയതെന്നാ മെൽബണിലോട്ട് പോയായിരുന്നല്ലേ? ഓക്കെ, അങ്ങനെയൊക്കെ പോകുന്നു. സാരമില്ല, റെസ്റ്റ് എടുക്കും കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ആ ഒരു വോയിസ്. എന്തായാലും ഇത് കേട്ടിട്ട് നമുക്ക് തന്നെ സങ്കടം വരുന്നു. എന്ത് തന്നെ ആയാലും ഇതിൻ്റെ ഒരു സത്യം തീർച്ചയായിട്ടും പുറത്ത് വരിക തന്നെ ചെയ്യണം. അത് മാത്രമല്ല, ജിസ്മോൾ മരിച്ചിട്ട് ഇത്രയും ദിവസമായിട്ടും അവിടുത്തെ ആ നാട്ടുകാർ ഈ ഒരു വിഷയം വിടുന്നില്ല. അത് വലിയൊരു കാര്യമാണ്. ചില സ്ഥലത്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ കൂടിപ്പോയ ഒരു 5-10 ദിവസം വരെ അവിടെ നിൽക്കും. അത് കഴിഞ്ഞാൽ അവരവരുടെ കാര്യങ്ങൾ നോക്കി എല്ലാവരും പോകും. പക്ഷേ ജിസ്മോളുടെ കേസിൽ ഒരിക്കലും അങ്ങനെയല്ല. ഇപ്പോഴും ആൾക്കാർ ഉറച്ചു തന്നെ നിൽക്കുവാണ് ഇതൊരു കൊലപാതകമാണ് എന്നുള്ള രീതിയിൽ. എന്തായാലും ഈ ഒരു വിഷയം എത്രയും പെട്ടെന്ന് തന്നെ പോലീസുകാർ കണ്ടുപിടിക്കുക. ഇനി നമുക്ക് നാട്ടുകാരുടെ പ്രതികരണം ഒന്ന് കേട്ടു നോക്കാം. റിപ്പോർട്ട് കൊടുത്താൽ ലാസ്റ്റ് ഓരോ കാര്യങ്ങൾ അറിഞ്ഞ് വന്നപ്പോഴേക്കാണ് മൊത്തം പ്രശ്നം നമ്മൾ അറിയുന്നത്. ഇപ്പം ഞങ്ങൾ ആരെ ഇതിനകത്ത് തോൽപ്പിക്കാൻ വേണ്ടിയോ അല്ലെ ഞങ്ങൾക്ക് ജയിക്കാൻ വേണ്ടി സമൂഹത്തിനുണ്ടായ ഒരു പ്രശ്നത്തിന് ഇതിൻ്റെ നീതി എന്താണോ അത് കറക്റ്റായിട്ട് കിട്ടണം, അതിന് വേണ്ടി ഇരിക്കുന്നത്. അല്ല ആരെ കുറച്ച് ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വല്ല ദുഃഖിക്കാൻ വേണ്ടി അല്ല ഇത് ചെയ്യുന്നത്. ഇത് ഉണ്ടായത് എന്താണെന്ന് തെളിയിക്കപ്പെടണം. അത് സത്യസന്ധമായ രീതിയിൽ ഈ പെണ്ണ് എങ്ങനെ അവിടെ ചെന്നു, അല്ലാതെ മരിച്ചു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയണം. അത് ആത്മഹത്യയാണെങ്കിൽ ആത്മഹത്യ, കൊലപാതകമാണെങ്കിൽ കൊലപാതകം. ഇതിന് ഒരു നീതി ഉണ്ടാകാൻ വേണ്ടിയാണ് ഞങ്ങൾ കഷ്ടപ്പെടുന്നത് മൊത്തം. അതിന് നേരത്തെ വല്ല അറിയാവുന്ന ആരെ നമ്മൾ കൂടുതലും കാറ്റാസ് വെച്ച് കാണുന്നത്, വീട്ടിൽ വെച്ച് അങ്ങനെ കാണുന്ന സ്വഭാവമൊന്നുമില്ല. പിന്നെ ജിമ്മിയുടെ ഡ്രൈവർമാർ വരെ പറഞ്ഞെങ്കിൽ 1 മിനിറ്റ് വണ്ടി ഇറങ്ങാനായിട്ട് താമസിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര പ്രശ്നം, ആൾ കാണുന്നതും അല്ലെന്നൊക്കെ ഈ സംഭവത്തിന് ശേഷമാണ് പലരും നമ്മളോട് പറയുന്നത്. ആൾ കാണുന്നത് പോലും അല്ല എന്ന് ഈ ഒരു സംഭവത്തിന് ശേഷമാണ് പറയുന്നതെന്ന്. അതായത് ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു ജിമ്മി വെറും പാവമാണ്, അതാണ് ഇതാണെന്ന്. പക്ഷെ അവൻ്റെ ഉള്ളിലുള്ള വിഷം എന്ന് പറയണത് ഭയങ്കരമാണ്. ഇത് കുറേ ആൾക്കാർ നേരിട്ട് അനുഭവമുള്ള ആൾക്കാരാണ് ഇപ്പം പറഞ്ഞിട്ടുള്ളത്. അതായത് ജിമ്മിയുടെ ബസ്സിൽ ഓടിക്കൊണ്ടിരുന്ന ആൾക്കാരൊക്കെയാണ് ഇതൊക്കെ ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളതെന്ന്. അപ്പോൾ ഈ ഒരു മരണത്തിൻ്റെ പിന്നിൽ ഇവൻ്റെ എന്തെങ്കിലും കൈകളുണ്ടോ എന്നാണ് അന്വേഷിക്കേണ്ടത്. ഇതൊരു കൊലപാതകമാണോ, യവനെങ്ങാണോ ഇനി ഇത് കൊണ്ടിട്ടതാണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് ഇനി അന്വേഷിക്കേണ്ടത്. ശരിക്കും ആ ഒരു CCTV കണ്ട സമയത്ത് നമുക്ക് തോന്നുന്നുണ്ട് ഇതാണ് ജിസ്മോളും 2 മക്കളും കൂടി സ്കൂട്ടറിനകത്ത് പോകുന്നത്. ഒരിക്കലും CCTV അത് ഫേക്ക് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി അതിൻ്റെ ഡേറ്റുകൾ മാറ്റാൻ പറ്റും. ഒരു പക്ഷേ ജിസ്മോൾ മുന്നേയും ഇതേ സെയിം ഡ്രസ്സ് ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡേറ്റ് മാറ്റിക്കഴിഞ്ഞാൽ മതി. മനസ്സിലായില്ലേ? ഇനി അതിൻ്റെയൊക്കെ സത്യാവസ്ഥ കൂടുതൽ കണ്ടുപിടിക്കേണ്ടത് പോലീസുകാരാണ്, നമ്മളാരുമല്ല. പക്ഷേ ഞാൻ ഈ ഒരു വിഷയം വീണ്ടും എടുത്ത് റിയാക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും ആ നാട്ടുകാർ ഈ ഒരു വിഷയത്തിൽ ഉറച്ചു നിൽക്കുവാണ്. ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുന്നു, ഇതിനുവേണ്ടി പ്രത്യേക വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ഇവരെല്ലാവരും ഈ ഒരു വിഷയത്തിൽ ഉറച്ചു തന്നെ നിൽക്കുവാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വിഷയം വീണ്ടും കണ്ടിന്യൂസ്ലി എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത്. അല്ല, ബാക്കിയോടെ കാണാം. ചേട്ടാ, ഇന്ന പോലെ ഉദ്ദേശിക്കുന്ന പോലെ അല്ല. ഒരു സെക്കൻഡ് എങ്ങാനും സ്റ്റാൻഡിൽ എങ്ങാനും വണ്ടി ഇറങ്ങാൻ താമസിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷയമായിരുന്നു. ഇവരൊക്കെ വിളിച്ച് നമ്മളെ ചീത്ത പറയുകയൊക്കെ ചെയ്യുന്നതൊക്കെ പലരിലും നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. ഇതിന് മുമ്പും ഞാൻ പറഞ്ഞേ, ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ ജിമ്മി പാവമാണ്, ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞതാണ്. ഇപ്പം പാവമാണോ എന്താണോ പോലീസുകാർ നല്ല രീതിയിൽ അന്വേഷിച്ച് തെളിയിക്കുകയല്ലോ. പോലീസുകാർ നല്ല രീതിയിൽ അന്വേഷണം തെളിയിക്കാൻ പറ്റും, എങ്ങനെ സംഭവിച്ചാൽ എല്ലാം കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിന് ഈ വേലക്കാരി എന്ന് പറഞ്ഞ പുള്ളിക്കാരി ഈ കൊച്ചു മരിച്ചു കണ്ടുപോലും കാണാൻ പോലും വന്നില്ല. അവരെ എടുത്തു നടന്ന ആൾ എന്തായാലും. ബാക്കിയുള്ള എല്ലാ ഈ നാട്ടിൽ ഞാനൊക്കെ പോയിട്ട് ആ കൊച്ചിട്ട് ചോദിച്ചായിരുന്നു. അവർ പറഞ്ഞ അവരുടെ മാനസിക വിഷമം കൊണ്ടാണ് കാണാൻ പകരുന്നത്. അതൊക്കെ ഇവിടുത്തെ നാട്ടുകാർ വേറെ പലതും പറയുന്നു. അവരന്ന് വേറെ സ്ഥലത്തൊക്കെ പോയിരിക്കുകയായിരുന്നു, തിരിച്ചു വന്നു, ഇങ്ങനെയൊക്കെ പലതും നമുക്ക് കണ്ടിട്ടില്ല കേട്ടിട്ടില്ല അറിയാത്ത കാര്യങ്ങളാണ് പറയുന്നത്. പറയുമ്പോൾ ഒരു വാസ്തവം വേണമല്ലോ. ഇപ്പോൾ ഈ കാര്യങ്ങളിനകത്തൊക്കെ വന്നിട്ടില്ലെന്ന് പറഞ്ഞാൽ ശരിയാണല്ലോ. ആരൊക്കെ ഞങ്ങളൊക്കെ ഈ പറഞ്ഞ ആൾക്കാരല്ല, ഈ ഞങ്ങൾ മെഡിക്കലും കാരിത്താസിലും എല്ലാം പോയ ആൾക്കാരെ ഇവിടെയുള്ള മിക്കവാറും ആൾക്കാർ എല്ലാവരും സങ്കടത്തിൻ്റെ പുറത്ത് പോയതാണ്. ഞാൻ പറഞ്ഞേ, എൻ്റെ കൊച്ചിനൂടെ പഠിച്ച അംഗനവാടി പഠിച്ച അപ്പം പല പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നായിരിക്കും നേരത്തെയൊക്കെ. നമ്മൾ വലിയ വലിയ വീടുകളകത്ത് നടക്കൊന്നും അറിയാൻ പറ്റുന്നില്ല. വേലക്കാരിയോടൊന്നും ചോദിച്ചില്ല, നിങ്ങളുടെ അടുത്തുള്ള ആളല്ലേ ഈ വേലക്കാരി കണ്ടിട്ടുണ്ടോ ചോദിക്കാനായിട്ട്? വീട്ടിൽ അടുത്തല്ലേ ഇവിടെ വേലക്കാരി ഇവിടെ SNDP അപ്പുറയാണ്. നമ്മളത് പല ആൾക്കാരെയും വിട്ട് അന്വേഷിക്കാൻ ശ്രമിച്ചാലും ആളെ കാണുന്നില്ല. ജിമ്മിയെ ഇന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പല ആൾക്കാരെയും വിട്ട് അന്വേഷിപ്പിക്കുന്ന സമയത്ത് വേലക്കാരിയെ കാണാൻ കിട്ടുന്നില്ല എന്നാണ് പറയണത്. എന്നാൽ അറിയാൻ സാധിക്കുന്ന ഒരു വാർത്ത അനുസരിച്ച് വേലക്കാരിയുടെ സിറ്റുവേഷൻ വളരെ മോശമാണെന്നാണ് പറയണത്. അവർക്ക് പുറത്തൊരു ജോലിക്കും പോകാൻ പറ്റുന്നില്ല എന്ന് പറയുന്നുണ്ട്. അത് മാത്രമല്ല, അവർ സത്യങ്ങളൊന്നും തുറന്നു പറയുന്നില്ല. അതാണ് ഇതിൽ ഏറ്റവും വലിയൊരു അതിശയം എന്ന് പറഞ്ഞാൽ. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ തുറന്നു പറയണം. ഇതിങ്ങനെ മിണ്ടാതെ പേടിച്ച് ഇങ്ങനെ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ട് തന്നെയാണ് ഇപ്പം നാട്ടുകാർ ഉൾപ്പെടെ എല്ലാവരും അവർക്ക് എഗെയിൻസ്റ്റ് തിരിഞ്ഞിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം അവർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. അവരുടെ പേരിൽ ഗീതാകുമാരി എന്ന് പറയുന്ന ആശാ വർക്കർ കൊണ്ടുവന്ന് കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇവർ പോലീസ് സ്റ്റേഷനിൽ പോയിട്ടുണ്ടായിരുന്നു. ഇനി ആ കേസ് എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റിയിട്ടില്ല. അവസാനമായിട്ട് എനിക്ക് അറിയാൻ ലഭിച്ചൊരു കാര്യം ഇതായിരുന്നു,
എന്തായാലും ഈ വേലക്കാരി എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ എന്തെങ്കിലും സത്യങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ വന്ന് തുറന്നു പറയുക. നിങ്ങൾ മിണ്ടാതെയും പറയാതെയൊക്കെ നിങ്ങൾ പേടിച്ചിട്ട് നിങ്ങൾ വീട്ടിലിരുന്ന് കഴിഞ്ഞാൽ നാട്ടുകാർ മുഴുവനും നിങ്ങളെ ഒരു കള്ളി എന്നുള്ള രീതിയിൽ തന്നെ കാണത്തുള്ളൂ. അപ്പം എന്തെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ വന്ന് പറയുക. അത്ര എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളൂ. എന്തായാലും ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും ഈ ഒരു വിഷയമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.